ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളിന്ന് കണ്ട പോലെ തന്നെ തമ്മിലും ഡേറ്റിലൊക്കെ കണ്ട പോലെ ആക്സസ് 125 2026 മോഡലിൻ്റെ മൈലേജ് ടെസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു മൈലേജ് ഞാൻ ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അത് നമ്മളെ വണ്ടി ഇതൊക്കെയാണ് ജസ്റ്റ് കാണിച്ചു തരാം. 2026 മോഡലാണ്. അപ്പോൾ ഞാൻ ഫുൾ ടാങ്കൊക്കെ ആക്കിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമുക്ക് നേരെ വലിച്ചു നീട്ടണമൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ വീഡിയോക്ക് പോകുന്ന തൊട്ട് മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടും കാര്യമൊക്കെ നല്ല വെയിലും കാര്യമൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ നല്ല ടൈമിൽ തന്നെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നൈറ്റൊന്നും നമുക്ക് എന്താ പറയുക മൈലേജ് ചെക്ക് ചെയ്യൽ പോസിബിൾ അല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് പോകും. അപ്പോൾ വീഡിയോക്ക് പോകുന്ന തൊട്ട് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൾ സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകും ഗൈസ്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ പറയുക, ജസ്റ്റ് ഒന്ന് സാധനം ആദ്യം ഫുൾ ടാങ്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്കിലാണ് നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ 450 രൂപയ്ക്കാണ് ഇപ്പോൾ പെട്രോൾ അടിച്ചുള്ളത്. കാണാൻ പറ്റണമെന്ന് അറിയില്ല. 480 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ബൈക്ക് ഓണാക്കുക, ദെൻ ട്രിപ്പ് സെറ്റ് ചെയ്യുക. ജസ്റ്റ് കാണാൻ പറ്റുക. അതപ്പോൾ ഞാൻ 0 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ 0. ദെൻ അപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി മൈലേജ് ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രിപ്പൊക്കെ സെറ്റ് ചെയ്ത് പക്കാ സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി ഇതിൽ മൈലേജ് ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് മെത്തേഡിലൂടെയാണ് എന്താ പറയുക മൈലേജ് ചെക്ക് ചെയ്യുന്നത്. കാരണം ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് അല്ലാതെ ഫ്യൂവൽ മൊത്തം വറ്റിച്ചിട്ട് ഞാൻ എന്താ പറയുക മൈലേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കെന്നല്ല അത് ഈ ഒരു വണ്ടിക്ക് തന്നെ ഭയങ്കര ബാഡായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആരും അങ്ങനെ എന്താക്കിയത് മൈലേജ് ചെക്ക് ചെയ്യാനും നിൽക്കിയത്. കാരണം അതിൻ്റെ എന്താ പറയുക ഫ്യൂവൽ ഇഞ്ചക്ഷനാണല്ലോ ഈ വണ്ടിയൊക്കെ വരുന്നത്. അപ്പോൾ ഇഞ്ചക്ടർ ആകുമ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ടറൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏകദേശം 13,000-14,000 രൂപേൻ്റെ അടുത്ത് എന്തായാലും നമുക്ക് വേണ്ടി വരെ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെ മൈലേജ് ചെക്ക് ചെയ്ത് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്കാണ്. ഞാൻ ജസ്റ്റ് ഫുൾ ടാങ്കൊക്കെ അടിച്ചിട്ടുണ്ട്. ഫുൾ ടാങ്കൊക്കെ അടിച്ചിട്ട് പക്കാ സെറ്റാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടിയെ മൈലേജ് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലാണ്. മീൻസ് നമ്മൾ നോർമൽ ഒരാളെ എങ്ങനെയാണ് ഓടിക്കുന്നത് ആ ഒരു ലെവലിൽ ഓടിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടീനെ മൈലേജ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ കറക്റ്റ് എക്കോണമിയിൽ പോയിട്ട് കറക്റ്റ് 40-50 ലെവലിൽ പോയിട്ടല്ല ഞാൻ ചെക്ക് ചെയ്യണം. ഞാൻ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, 50, 60, 70 മിനിമം 60 to 70 ഈ ലെവലിലുള്ള സ്പീഡിൽ പോയിട്ടാണ് ഞാൻ അതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യണം. അല്ലാതെ ഞാൻ കറക്റ്റ് എന്താ പറയുക കമ്പനി പറഞ്ഞ മാതിരി പോയിട്ടല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരാൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണോ എത്ര സ്പീഡിലാണോ പോകുന്നത് ആ രീതിയിൽ നോക്കിയിട്ടാണല്ലോ നമുക്ക് മൈലേജിൻ്റെ ആവശ്യം. അല്ലാതെ കറക്റ്റ് 40 സ്പീഡ് പോയിട്ട് നമുക്ക് മൈലേജിക്ക് എന്താ പറയുക പക്ക കിട്ടിയിട്ട് കാര്യമല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ പോയിട്ട് എത്രയാണോ മൈലേജ് ചെക്ക് കിട്ടണത് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയെ കുറിച്ചിട്ട് റിവ്യൂ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊന്നും പറയാറില്ല. എന്നാലും ഞാൻ അത് ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അത് ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു മോഡലിൽ ആക്സസിൻ്റെ മോഡലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താഴെയുള്ള മോഡലുണ്ടാവും BS4 ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. റോഡ് കൂടെയും പോകുന്നു അവിടെ എവിടെയും കാണുകയാണെങ്കിൽ ആ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആക്സസിൻ്റെ അത്ര എനിക്ക് തോന്നി. എൻ്റെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഒരു ആക്സസാണ് എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യം. അതിൻ്റെ അത്ര വേറെ ഒരു ആക്സസ് മോഡലിൽ എനിക്ക് താല്പര്യമില്ല. കാരണം പിന്നെ അത് മൈലേജ് ചെക്ക് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ആ കാണുന്ന മോഡൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, അങ്ങനത്തെ ആ ടൈപ്പ് BS4 2017-18 ആ ലെവലിലേക്കുള്ള മോഡൽ വണ്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ വണ്ടിയാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പുതിയതല്ലാതെ എന്താ പറയുക സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ ഒരു BS4 മോഡലാണ്. കാരണം ഏറ്റവും കംപ്ലൈൻറ്റ് കുറവുള്ളൊരു മോഡൽ കൂടെയാണ് ആ ഒരു BS4 മോഡൽ കേട്ടോ. അപ്പോൾ ഞാനൊരു ഞാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വണ്ടി എടുത്തോളി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇത് എടുക്കണ്ടെന്ന് ഞാൻ പറയില്ല, എനിക്കിതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ബട്ട് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിന് വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ആദ്യം അഡ്വാൻറ്റേജ് പറയാം, എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ ഇതിൻ്റെ വേണ്ടാത്ത കാര്യങ്ങൾ. അപ്പോൾ ആക്സസ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് ഗിയർലെസ് വണ്ടികൾ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ആക്സസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും മൈലേജിൻ്റെ കാര്യത്തിലായാലും അതേമാതിരി എന്താ പറയുക എല്ലാ കാര്യത്തിലും ആക്സസ് പക്ക നൈസാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എനിക്കിതിന് റിവ്യൂ അല്ലാതെ പറയാറില്ല. ഞാൻ ഈ വണ്ടി എന്താ പറയുക ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയുമ്പോഴാണ് അതൊരു നല്ലത്. അല്ലാതെ ഇപ്പോൾ നിങ്ങളെ ചാമ്പിയിട്ട് എനിക്കിപ്പോൾ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട്
പൊതുവേ ആക്സസിൻ്റെ പോരാത്തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്പെയറിൻ്റെ ഷോപ്പിലും കൂടെ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഈ ഒരു ആക്സസിന് വരുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേയും ഇപ്പോഴായിട്ട് എനിക്ക് എൻ്റെ ഒരു അറിവിലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടർ മീൻസ് സെൽഫ് മോട്ടർ പെട്ടെന്ന് അടിച്ചു പോകുന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ഇതിനൊരു ബാഡായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൽഫ് മോട്ടർ എങ്ങനെ അടിച്ചു പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് സെൽഫ് മോട്ടർ അടിച്ചു പോകുന്നത് നമ്മൾ ഇതിൽ മിനിമം 1.5 ലിറ്റർ എങ്ങാണ്ട് പെട്രോൾ സ്റ്റോക്ക് വേണം. ആ 1.5 ലിറ്റർ നമ്മൾ പെട്രോൾ സ്റ്റോക്ക് ചെയ്യാതെ 2, 3, 4 വട്ടം വണ്ടി വറ്റിച്ച് ഓടിക്കുക. മീൻസ് വണ്ടി പക്കാ ഫ്യൂവൽ തീർന്ന് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. സെൻസറിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് റിപ്പോർട്ടും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതും, അല്ലാതെ എല്ലാവരും പറഞ്ഞ് കേട്ടതും ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താക്കുക, ജസ്റ്റ് എന്താ പറയുക, ഫ്യൂവലൊക്കെ പക്കാക്കിയിട്ട് അടിക്കാൻ നോക്കുക. വെറുതെ എന്തിനാ 13,000 14,000 കൊടുത്തിട്ട് ഫ്യൂവൽ ഇഞ്ചക്ടറൊക്കെ മാറ്റേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്തായാലും ഞാൻ വല്ല പറഞ്ഞ് നീട്ടണമെന്നില്ല, മൈലേജ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ വെറും ഞാൻ പറഞ്ഞുതരാം 10 കിലോമീറ്റർ ആവണുള്ളൂ, 8 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 100 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ അതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യണത്. അപ്പോൾ ഇപ്പോഴും ചിലവർക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഞാൻ എങ്ങനെ മൈലേജ് ചെക്ക് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ചെറിയതായിട്ടൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പെട്രോൾ പമ്പ് പോയിട്ട് വണ്ടി ഫുൾ ടാങ്ക് അടിക്കാം. ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിപ്പ് സെറ്റ് ചെയ്യുക. 0 സെറ്റ് ചെയ്തതിന് ശേഷം എന്താക്കുക, വണ്ടി കൊണ്ട് ഒരു 100 കിലോമീറ്റർ ഓടുക. കാരണം ഈ 100 കിലോമീറ്റർ തന്നെ ഓടുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതാകുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സുഖമാണ്. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടാസ്ക്കാണ് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. പക്ഷേ കുറച്ച് ഫണ്ട് കഴിക്കാൻ ഇറങ്ങുന്നുള്ളൂ, എന്നാലും വേണ്ടില്ല. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എന്താ പറയുക, ഈ ഒരു മെത്തേഡ് വഴിയാണ് ഞാനിതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീണ്ടും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ഈ ചൂടും കാര്യം ഇതൊക്കെ കൊണ്ടിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞാണ്ട് ഇത് എന്താ പറയുക, സബ്സ്ക്രൈബ് വാങ്ങിയെടുക്കല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വണ്ടീൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ ട്രാവലിംഗ് വീഡിയോസ്, അങ്ങനത്തെ മെയിൻ്റനൻസിൻ്റെ, വണ്ടീൻ്റെ ബൈക്കിൻ്റെ മെയിൻ്റനൻസ് വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. അപ്പോൾ ആക്സസിൻ്റെ മൈലേജ് ടെസ്റ്റ് ആണല്ലോ എന്നിട്ട് വീഡിയോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി കാണാം. കാരണം 100 കിലോമീറ്റർ റൺ ചെയ്യണ എനിക്ക് എന്താക്കാൻ കഴിയില്ല, വീഡിയോയ്ക്ക് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ മൈലേജ് ഇനി എത്ര കിട്ടണം, എത്ര കിലോമീറ്റർ ഓടിയെന്ന് ഞാൻ അങ്ങനെ ഇങ്ങനെ എന്താക്കാം വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ പിന്നെ ഓടിക്കുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ NHO കാര്യമൊന്നുമല്ല. അതും വീണ്ടും ഞാൻ എടുത്ത് പറയാം. ഞാൻ ഓടിക്കുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ വേണമെങ്കിൽ നാഷണൽ ഹൈവേ കൂടെ ഓടിച്ചാൽ സുഖമാണ്. നേരെ പോയാൽ 50 കിലോമീറ്റർ 100 കിലോമീറ്റർ പോയിട്ട് എനിക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളൊരാൾ നോർമൽ ഓടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, കേരളത്തിൽ എങ്ങനെയാണോ റോഡും അതേമാതിരി കയറ്റും ഇറക്കും, അതുപോലെ എന്താ പറയുക, എല്ലാ കട്ട് റോഡ് അങ്ങനത്തെ റോഡ് കൂടെ ഒക്കെ പോയിട്ടാണ് ഞാൻ അതിന് മൈലേജ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പക്കായിട്ട് എന്താക്കുക എൻ്റെ വീഡിയോ കാണാം. കാരണം നേരെ ഡയറക്റ്റുള്ള റോഡിൽ കൂടെ പോയിട്ട് അല്ല ഞാൻ മൈലേജ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ഒരാൾ ഓടിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഓടിച്ചിട്ടാണ് ഞാൻ എന്താക്കുന്നത് മൈലേജ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, എത്ര കിലോമീറ്റർ ആയി, എത്ര കിലോമീറ്റർ. ഗൈസ് ഇപ്പോൾ ഫൈനലി ഇതാ മൈലേജ് ചെക്ക് ചെയ്യാൻ വന്നതുകൊണ്ട് വണ്ടി ഇവിടെ കൊടുവള്ളി എത്തിയിട്ടുണ്ട്. കൊടുവള്ളി പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് ഇവിടുന്ന് ഒരു 25-20 കിലോമീറ്റർ ഉള്ളൂ വയനാട്ടിലേക്ക്. അപ്പോൾ അവിടെ പോയി ഒരു ചായ കുടിച്ച് വരാമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ വണ്ടീനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിമേ ഇരുന്നിട്ടുണ്ടല്ലോ മൂഡ് വേദനയായിട്ട് എനിക്ക് പോകാനുള്ള മൂഡില്ല. പെട്രോൾ അടിച്ച് പമ്പ് തന്നെ എത്തിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ വണ്ടി ഫുൾ ടാങ്ക് ആക്കാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി എന്താ പറയുക, പെട്രോള് എന്താ പറയുക ഫില്ല് ചെയ്ത പമ്പ് തന്നെ വന്നിട്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചത് എത്ര റുപ്യക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഫുൾ ടാങ്ക് അടിച്ച് പറഞ്ഞുതരാം. ജസ്റ്റ് അതിൻ്റെ മുന്നേ 112 കിലോമീറ്ററാണ് ഓടിയത്. 112 ഡിവൈഡഡ് ബൈ എന്താ പറയുക എത്ര ലിറ്റർ പെട്രോൾ അടിച്ചതാണ്, 1.7
ഓക്കെ, ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ 62 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ ഈ എന്താ പറയുക 2026 മോഡൽ ആക്സസിൻ്റെ മൈലേജ് പറഞ്ഞു കഴിഞ്ഞാൽ 62 കേട്ടോ. എനിക്ക് കിട്ടിയ മൈലേജ് 62. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മൈലേജ് എത്രയെന്നും കൂടി നിങ്ങൾ എന്താക്കുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.